നമുക്ക് വിജയത്തിൻ്റെ മാർഗമാണ് എന്ത്? കസറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് നിങ്ങൾ ഈ സദസ്സിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കണം. ക്ലാസ്സിനൊരു ഫലം ഉണ്ടാവണം. നമുക്ക് നാളെ രക്ഷപ്പെടണം. ഏത് റഹ്മത്തിൻ്റെ വാതിലും തുറന്നു കിട്ടാനുള്ള മാർഗമാണ് എന്ത്? അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വലാത്ത്. എന്നും സ്വലാത്തില്ല, അതിനെല്ലാവരും ഉറപ്പിക്കണം. 1000 സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് നരകം ഹറാമാണ്. കുല്ലയൗമിൻ 1000 സ്വലാത്ത് എന്നാൽ ഏറെ വന്നാൽ 1.5 മണിക്കൂർ, ഏറെ വന്നാൽ ഏറ്റവും ചെറിയ സ്വലാത്ത് ചൊല്ലിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി മമ്പർത്ത് ചെല്ലും പോലെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി അല്ലേ, അതല്ലേ മമ്പർത്ത് സ്വലാത്ത്. ചൊല്ലിക്കോ. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. من صلى علي كل يوم 1000 مرة. ഒരു ദിവസം, എല്ലാ ദിവസവും ഒരാൾ എൻ്റെ മേൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അയാളുടെ ശരീരം അള്ളാഹു നരകത്തിന് ഹറാമാക്കും. നരകത്തിന് പിന്നെ അയാളുടെ ശരീരം ഹറാമായിരിക്കും, തൊടാൻ പറ്റൂല. മനുഷ്യന് കള്ള് പോലെയായിരിക്കും നരകത്തിന് ഇവൻ്റെ തടി. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനുഷ്യന് കള്ളെങ്ങനെയാണോ അങ്ങനെയായിരിക്കും നരകത്തിന് ഇവൻ്റെ ശരീരം. 100 സ്വലാത്ത് വൃത്തിയായി ചെല്ലാൻ ഏറി വന്നാൽ 6 മിനിറ്റ് മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 6 മിനിറ്റ് ഉണ്ടെങ്കിൽ, ഏത് വൃത്തിയായി ചെല്ലുകയാണെങ്കിലും 6 മിനിറ്റ് കൊണ്ട് 100 സ്വലാത്ത് എല്ലാം. സാധാരണഗതിയിൽ 6 മിനിറ്റ്. അപ്പോൾ 1000 സ്വലാത്തിന് എത്ര മിനിറ്റ് വേണം? 1 മണിക്കൂർ. അത് 8 മിനിറ്റ് അയക്കണം. മനസ്സിലായോ? 20 മിനിറ്റ് കൂടി കൂടും. അത്ര തന്നെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറക്കപ്പറ അള്ളാഹു തൗഫീഖ് തരട്ടെ. 9 മിനിറ്റ് ആക്കിക്കോ. എന്നാ 1.5 മണിക്കൂർ. 9 മിനിറ്റ് വേണ്ടിയേ വരില്ല. ഞാൻ അങ്ങോട്ട് നീട്ടി പറഞ്ഞതാണ്. എൻ്റെ പക്ഷമനുസരിച്ച് പലർക്കും പലതല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളെ കരുതി പറഞ്ഞതാണ്. എൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് 50 മിനിറ്റ് 55 മിനിറ്റ് കൊണ്ട് എന്ത് തീരും? 1000 സ്വലാത്ത് 55 മിനിറ്റ് കൊണ്ട് 50 മിനിറ്റ് 55 മിനിറ്റ് 1000 സ്വലാത്ത് തീരും. ഒരു ദിവസം 1440 മിനിറ്റ് ഉണ്ട്. എത്ര ഒരു ദിവസം? ഒരു ദിവസം എത്ര? 1440 മിനിറ്റ് ഉണ്ട് ഒരു ദിവസം. 1440 മിനിറ്റ്. മൂത്താട മൈക്കൊക്കെ ഉണ്ട് ഇവിടെ. എത്ര എനിക്കറിയില്ല. ഗുണിച്ചോക്ക്. മനസ്സിലായില്ലേ? 60 × 24 ഗുണിച്ചോക്ക്. ഒരു ദിവസം എത്ര? 1440 മിനിറ്റ് ഉണ്ട് ഒരു ദിവസം. 50 മിനിറ്റ് 60 മിനിറ്റ് മതി എന്ത് ഹറാമായി കിട്ടാൻ? നരകം മറൻ എവിടെ ഉണ്ട്? 100 കണക്കിന് 1000 കണക്കിന് കിതാബിലുണ്ട് ഹദീസ്. എല്ലാ ദിവസവും 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരം അല്ലാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെയോ ജുജാവിദു സിറാത്ത, സിറാത്ത് പാലം അവൻ കടക്കുകയും ചെയ്യും. കൽബർഖിൽ ഖാതിഫി, 1000 സ്വലാത്ത് ദിവസേന ചെല്ലുന്നാൾ സിറാത്ത് പാലം കടക്കും. കൽബർഖിൽ ഖാതിഫി, ഇടിമിന്ന് പോലെ. മസീറത്തുഹു, സിറാത്ത് പാലത്തിന്റെ ദൈർഘ്യം എന്നാൽ 500 ആമിൻ, 500 കൊല്ലത്തെ വഴി ദൂരമാണ്. മുഹമ്മദ് മുസ്തഫ ഒന്നും കൂടി പിടിച്ചിരുന്നോളി, കേട്ടോളി. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിടിച്ചിരുന്നോളി നല്ലോണം പിടിച്ചിരുന്നോളി. വീണ് പോണ്ട, പിടിച്ചിരുന്നോളി. സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ മസീറത്തുഹു, അതിൻ്റെ ദൈർഘ്യം 500 ആമീൻ. കടുങ്ങല്ലൂർ പാലല്ല അത് കടുങ്ങല്ലൂർ പാലല്ല. മസീറത്തുഹു അത് ഇവിടെ അങ്ങോട്ട് റെഗുലേറ്റം എന്താ പറയുക,
കവണക്കല്ല് വാലല്ലത്, അത് ഫറൂഖ് വാലല്ല. മസീറത്തുഹു, അതിൻ്റെ ദൈർഘ്യം 500 ആമിൻ, 500 കൊല്ലത്തെ ദൂരമായിരിക്കും. മൊത്തം 50,000 കൊല്ലമാണ് മഹ്ശർ, അതിൽ 500 കൊല്ലം സിറാത്ത് പാലാണ്. എന്നാൽ കൽബർഖിൽ ഖാതിഫി, 1000 സ്വലാത്ത് ദിവസേന ചൊല്ലിയാൽ, എൻ്റെ മേൽ ചൊല്ലിയാൽ, ഈ എൻ്റെ കാര്യമല്ല നോക്കണ്ട്, എൻ്റെ കാര്യം നോക്കിക്കോ. എനിക്ക് 1000 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ കൽബർഖിൽ ഖാതിഫി, ഇടിമിന്ന് പോലെ സിറാത്ത് വിട്ട് കിടക്കും. മസീറത്തുഹു, സിറാത്ത് പാലത്തിൻ്റെ ദൈർഘ്യം 500 ആം, 500 കൊല്ലത്തിൻ്റെ ദൂരമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മൻ സ്വല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മറ, ഒരാൾ എല്ലാ ദിവസവും എൻ്റെ മേൽ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവൻ്റെ ശരീരം അല്ലാഹു നരകത്തിന് ഹറാമായി വിധിക്കുന്നതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഓൻ നാട്ടിലെ മോശപ്പെട്ട ആളാണെങ്കിലോ, ഇന്ന് മോശപ്പെട്ടവനാണെങ്കിലും നാളെ അവൻ സ്വാലിഹാവും, അത് ഇതുവഴി അവൻ നന്നാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറപ്പ് നന്നാവും, ഉറപ്പ് നന്നാവും, ഉറപ്പ്. മാത്രമല്ല സിറാത്തിനെ അവൻ വിട്ട് കിടക്കുകയും ചെയ്യും. കൽബർഖിൽ ഖാതിഫി, ഇടിമിന്ന് പോലെ വിട്ട് കിടക്കും. മസീറത്തുഹും, സിറാത്ത് കിടക്കണമെങ്കിൽ 500 ആം, 500 കൊല്ലം വേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്ത് പെരുപ്പിക്കുക. 1 മണിക്കൂർ അതിനെ ചെലവാക്കുക, 1 മണിക്കൂർ അതിനെ ചെലവാക്കി കളി. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് അവനാൻ്റെ പണി എന്താണെങ്കിലും പിന്നെ നന്നാവും, നന്നാവും. 1 മണിക്കൂർ സ്വലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണി നാവിനാണെങ്കിലും റൂഹാണ് നന്നാവുക. ഈ ഉന്നക്കിടക്കയിൽ ഉന്നം നിറച്ചിട്ടുണ്ട്, പുറത്തെ കോട്ടന് തല്ലും. മനസ്സിലായില്ല? ഉന്നക്കിടക്കങ്ങൾ കണ്ടിട്ടില്ലേ? പറയും മനുഷ്യന്മാരെ, ഉന്നക്കിടക്ക കിടക്കയിൽ ഉന്നം നിറക്കും. നിറച്ചിട്ട് പഴയ കാലത്ത് അത് മര്യാദയ്ക്ക് കിടക്കണമെങ്കിൽ അതൊന്ന് പദം വരണം. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? കിടക്കയിൽ ഉന്നം നിറച്ച് പുറത്ത് വടിയെടുത്തിട്ട് തല്ലും. ആരെ? പറയും മനുഷ്യന്മാരെ, ഉന്നത്തിനെ അല്ല തല്ല്. ആരെയാണ്? കോട്ടനെ തല്ലും. പക്ഷേ കോട്ടനെ തച്ചാലും നന്നാവലാരാ? ഉന്നം പുറത്തു പറയണ്ട. ഇതാണ് ആ പണി പറയാ. റൂഹ് അങ്ങനെ നന്നാവും. മനസ്സിലായില്ല? നിങ്ങൾ കിടക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഉന്നക്കിടക്കാന്ന് കേട്ടിട്ടുണ്ടോ? ഉന്നം നിറക്കണ കണ്ടിട്ടുണ്ടോ? അവരെ കയ്യിൽ വലിയ റൂളി പോലുള്ള വലിയ വടി ഉണ്ടാവും. ഉന്നക്കിടക്കയിൽ ഉന്നം നിറച്ച് കഴിഞ്ഞാൽ പിന്നെ തല്ലങ്ങനെ കൊടുക്കും. തല്ലിൻ്റെ കുറവുണ്ടോ അതിൽ കിടക്കാനോട്ട്? കഴിയൂല. ആരെ തല്ല? ഉന്നത്തിനെ അല്ല തല്ലണ. ആരെ? പാവം സാധു. ആര്? പറയടാ. ഇത് കഷ്ണാക്കിയിട്ട് ഇതിനൊക്കെ ലെവലാക്കിയിട്ട് ഇതാണ് ഈ സാധു. ആര്? കോട്ടൻ. ഇവന് തുപ്പുന്നതും ഇവൻ മൂത്രിക്കുന്നതും മുഴുവൻ ഏറ്റെടുക്കേണ്ട പാവാണ് ഈ കോട്ടൻ. ഇത് പച്ച പാവാണ്, ഒരു ഉപദ്രവം ഇല്ലാത്ത ആളാണ്. ആര്? കോട്ടൻ. പക്ഷെ മൂപ്പരെ തല്ലുള്ളൂ. ആരെ തല്ലൂല? ഉന്നത്തിനെ തല്ലൂല. ഉന്ന ഉള്ളിൽ ഒളിക്കും. തല്ല ആർക്ക് കിട്ടും? കോട്ടന് കിട്ടും. പക്ഷെ ആര് നന്നാവും? ഉന്ന നന്നാവും. എനിക്ക് പറഞ്ഞു മനസ്സിലായോ? എന്നതുപോലെ പണി ആയിരിക്കാം നന്നാവലോ? അല്ലാഹു നന്നാക്കി തരട്ടെ. അതാണ് അതിനൊരു ഉപമ. അതിന് പോലത്തെ രൂപം എനിക്ക് വേറെ അറിയാൻ കഴിയില്ല. അതാണ് അതിൻ്റെ ഉപമ. മനസ്സിലായില്ലേ? തന്നെയാണത്. പണി പടയാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പണി പടയാ. ഇവിടെ പണിയാ. ഇവിടെ തല്ലാൻ പറ്റൂല. ഇവിടെ തച്ച കാറ്റ് പോകും. അത് അവസാനത്തെ തല്ലോ. അപ്പൊ തല്ലെവിടെ? ഇതിട്ട് തല്ലും. ഏതിട്ട്? സല്ലല്ലാഹു
സ്വല്ലല്ലാഹ്. ഇതിട്ട് തല്ലും. ഇവിടെ ഉണ്ടാവും. ഇവിടെ തല്ലാൻ പറ്റൂല. ഇവിടെ 2 അടി അടിച്ചാൽ കാറ്റുപോയി. അള്ളാഹു മനസ്സിലായോ പറഞ്ഞത്? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചിന്തിക്ക് എന്താ ഈ പറയുന്നത്? അപ്പം അത് ഒഴിവാക്കരുത്. എപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ ഏതൊരു മർമ്മത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീട്ടുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അന്നബിയോ നബിയാണ് ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആൾ മിൻ അൻഫുസിഹിം, അവന്റെ ശരീരത്തേക്കാൾ. അവന്റെ ശരീരത്തേക്കാൾ ബന്ധപ്പെട്ടത് ആരാണ്? പറ നബിയ. അവന്റെ കാര്യം നോക്കുന്നതിനേക്കാൾ നോക്കേണ്ടത് നബിയുടെ കാര്യം. എന്തുകൊണ്ട് നബി സദാസമയവും നിന്റെ കാര്യം നോക്കിക്കൊണ്ടേ ഇരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ എപ്പോഴും ആരെ കാര്യം നോക്കുക? അന്നബിയോ നബി. ഏതാ സൂറത്ത്? അഹ്സാബ്. എത്രാമത്തെ ആയത്ത്? 6. അഹ്സാബ് സൂറത്തിൽ 6-ാമത്തെ ആയത്ത്. ഏത്? അന്നബിയോ ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രധാനം നബിയാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രധാനം നബിയാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രധാനം നബിയാണ്. ഭർത്താവ് മരിച്ച പെണ്ണിനെ കെട്ടിയാൽ യുദ്ധത്തിന് പോയ കൂലി കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. നബിയുടെ ഭാര്യയെ കിട്ടിയാൽ നരകത്ത് ചാടുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്തേ പറഞ്ഞേ? മനസ്സിലായില്ല. ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ ഒരാൾ സംരക്ഷിക്കാൻ വേണ്ടി കല്യാണം കഴിച്ചാൽ കസായി ഫീ സബീലില്ലാ, അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയത്. അതേ സമയത്ത് നബി വഫാത്തായി. എന്നിട്ട് നബിയുടെ ഭാര്യയെ കെട്ടിയാൽ കെട്ടുന്നവന് നരക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നബിയുടെ ഭാര്യയെ കല്യാണം കഴിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട്? വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, നബിയുടെ ഭാര്യമാരെല്ലാം സകല മുഅ്മിനീങ്ങൾക്കും ഉമ്മമാരാണ്. ആരാ? ഖുർആൻ, സൂറത്തുൽ അഹ്സാബ്, പരിശുദ്ധ ഖുർആൻ. എന്നാൽ അവർ വളരെ ചെറുപ്പക്കാരത്തി പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ നബിയുടെ ഭാര്യമാർ നിങ്ങൾക്ക് ഉമ്മയാണ്. ചെറുപ്പക്കാരത്തി ഉണ്ടാവും ആ കൂട്ടത്തിൽ, പക്ഷെ നിങ്ങൾ ഉമ്മയാണ്. മുഅ്മിനീങ്ങൾക്ക് സ്വന്തം നഫ്സിനേക്കാൾ പ്രധാനം നബിയാണ്. പിന്നെയോ വഅസ്വാജുഹു ഉമ്മഹാത്തുഹും,